വഴക്ക് കേട്ടിട്ടുണ്ട്. തെറി ഈസ് ഡിഫറെന്റ്. തെറി എന്ന് പറഞ്ഞാൽ അബ്യൂസ് ചെയ്യുന്നതല്ലേ പറയാം. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. വഴക്ക് എന്തിനാണ് കേട്ടിട്ടുള്ളത്? അതൊക്കെ കേട്ടിട്ടുണ്ട്. അത് പറക്കുന്നളികൾ അഭിനയിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ പൊങ്ങി വരുന്ന സീനുണ്ടല്ലോ. ഡയറക്ടർ അല്ല കേട്ടോ, ആൾ ചീത്ത ഒന്നും പറയത്തില്ല. അതിന്റെ അസോസിയേറ്റ് ജോണി ചേട്ടൻ ആളെന്നെ ഒത്തിരി ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് മുങ്ങാൻ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുളത്തിൽ ഇറങ്ങുന്നത് തന്നെ. കുളമല്ല, സോറി, പുഴ ഇറങ്ങുന്നത്. അതിന്റെ അകത്തുനിന്ന് പൊങ്ങി വരാനൊക്കെ പറഞ്ഞാല് ഇവിടുന്ന് ദിലീപേട്ടനൊക്കെ എന്നോട് പറയുന്നത്, ശ്രദ്ധിക്കണം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, 1-2 മുതലകൾ, കുറച്ച് വലിയ വലിയ മീനുകൾ, അത്രയൊക്കെ ഉള്ളൂ, പക്ഷെ പേടിക്കണ്ട. അപ്പൊ എന്റെ മനസ്സ് മുഴുവൻ മുതലകളാ. ഇങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോവാ. പിന്നെ കുറച്ച് പോകുമ്പോഴേക്ക് ഞാൻ പൊങ്ങി വരും. അപ്പം പിന്നെ ചീത്ത അറിയാം. എത്ര ടേക്ക് പോയിന്നറിയോ? എനിക്ക് തോന്നുന്നത് ഒരു 2 മണിക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ, ഉച്ചയ്ക്ക് 5 മണി വരെ ഒരൊറ്റ ടേക്കാ പോയിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് പറ്റണില്ല മുങ്ങ. അവസാനം അവരെന്നോട് പറഞ്ഞു, ഇനി മുങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ വന്ന് പിടിച്ചു മുക്കും. അപ്പൊ എനിക്ക് പേടി, അതാണോ വേണ്ടതാണ്, സ്വന്തം മുങ്ങോ, ഞാൻ സ്വന്തം മുങ്ങിക്കോളാന്ന് പറഞ്ഞു. അതേപോലെ പറഞ്ഞു വന്നപ്പോഴാണ് ചേച്ചി മറ്റേ ഇങ്ങനെ കുടിച്ചിട്ട് ബസ് ഓടിക്കുന്ന ഒരു സീനുണ്ട്. ആ എക്സ്പീരിയൻസ്, ശരിക്കും ബസ് ഓടിച്ചോ? ഞാൻ എന്താണെന്നറിയോ ചോദിക്കാൻ പോണോന്ന് വിചാരിച്ചു, ശരിക്കും കുടിച്ചിട്ടാണോ എന്നാ ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. ഇല്ല, ശരിക്കും ബസ് ഓടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ബസ് ഓടിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ഓക്കെ, ഞങ്ങൾ കണ്ടപ്പോ വിചാരിച്ചു ശരിക്കും ആയിരിക്കും അത്. ചേച്ചി ഇപ്പം ബ്രേക്ക് എടുത്ത സമയത്ത് ഇപ്പം ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദിക്കല്ലേ, പടം ഇല്ല, പടം ഇപ്പൊ ഒന്നുമില്ലേ, എവിടെ പോയി എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ ചോദിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? ഞാൻ എന്തിനാ ദേഷ്യം വരുന്നത്? ഞാൻ എന്റെ കുട്ടികളും എന്റെ കുടുംബം ചോദിക്കുന്നവരോട് ഞാൻ പറയും, ഇവരെങ്ങനെ നോക്കുമെന്ന് ചോദിക്കും. വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നത്. അവരോട് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണോ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ പറയും, ഇതാ എന്റെ പടമാണ് ഈ കാണുന്നത് എന്ന് പറയും. ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിലെ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടോ? നോ. യു ഷുവർ? ഓക്കെ. സെറ്റിൽ വൈകി എത്തിയിട്ട് കളവ് പറഞ്ഞിട്ടുണ്ടോ? എന്നാ അത് കൂടെ പറയാം. അങ്ങനല്ല, അത് ഇവിടെ തന്നെ അല്ല, ഇതിനായിരുന്നു അതോ മറ്റേതില്ല? വൈകിയൊന്നും എത്തത്തില്ല, അങ്ങനെയല്ല. ചിലപ്പോ നമ്മൾ രാവിലെ എണീച്ചിട്ട് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത്, എനിക്ക് അങ്ങനെ രാവിലെ എണീച്ച് കഴിഞ്ഞാല് വർക്ക്ഔട്ട് ചെയ്യണം, അങ്ങനെ ചെറിയ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടേ പോവാറുള്ളൂ. അല്ല, പറഞ്ഞ സമയത്തൊക്കെ ഞാൻ പോകും. മകൾ തന്നേക്കാൾ മിടുക്കിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ദാറ്റ്സ് സ്വീറ്റ്. ഓക്കെ. ചില സമയത്തെങ്കിലും കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതിപ്പോഴാണ്. അത് മിക്ക സമയത്തൊക്കെ തോന്നിയിട്ടൊക്കെയാണ്. അങ്ങനെ തോന്നാത്ത ഭാര്യമാരൊന്നും ഈ ലോകത്തുണ്ടാവില്ല. ശരിയാ. പടം ബോക്സ് ഓഫീസിൽ വർക്ക് ആവില്ലെന്ന് അഭിനയിക്കുമ്പോഴേ തോന്നിയിട്ടുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ലല്ലോ, മോശമല്ലേ, അതൊന്നും പറയില്ല. ചേച്ചിയുടെ കവിതയ്ക്ക് എന്തെങ്കിലും മോശം അഭിപ്രായം വന്നിട്ടുണ്ടോ? അതിന് കവിത ഞാൻ പുറത്ത് വിട്ടിട്ടില്ലല്ലോ. അല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് സർക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? അവരൊക്കെ വളരെ നല്ല രീതിയിൽ എന്നെ പ്രൊമോട്ട് ആണോ? ചേച്ചി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു കവിത പ്ലീസ്, ഒരു 3 വരി മതി. കൃഷ്ണനെ പറ്റിയുള്ള കവിത ആയിക്കോട്ടെ. എനിക്ക് ചിരി വരണ്ട്.